ഇന്ന് ഞാനൊരു നാടോടി കഥ പറഞ്ഞു തരാം. ഒരു സാമ്പാർ പ്രളയത്തിൻ്റെ കഥ. പണ്ട് 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 ദേവന്മാരുടെ രാജാവും രാജ്ഞിയും കൂടി നാട്ടിലെ ജനങ്ങൾ നന്മയുടെ വഴിയാണോ പുലർത്തുന്നത്, അവർ ദുഷ്ടതകളൊക്കെ ചെയ്യുന്നുണ്ടോ, അവർ നന്നായിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭൂമിയിലൂടെ ഒരു യാത്ര നടത്തി. അവർ വൃദ്ധരായ ഒരു ദമ്പതിമാരുടെ വേഷത്തിലായിരുന്നു നടന്നിരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും. ആകപ്പാടെ നരച്ച് ചുക്കി ചുളിഞ്ഞ് കുനിഞ്ഞ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് നടക്കാൻ തീരെ വയ്യാത്ത ഒരു വൃദ്ധനും ഒരു വൃദ്ധയും. അങ്ങനെ അവർ നടന്നൊരു ഗ്രാമത്തിലെത്തി. നല്ല മഴ. രണ്ടുപേരുടെ കയ്യിലും കൂടെ ഒന്നുമില്ല. നനഞ്ഞൊലിച്ച് രണ്ടുപേരുടെ അങ്ങനെ നാട്ടുവഴിയിലൂടെ നടക്കുമായിരുന്നു. നേരം സന്ധ്യാവാറായി. അപ്പോൾ ഒരു വീടിൻ്റെ വാതിക്കൽ, സാമാന്യം വലിയൊരു വീടിൻ്റെ വാതിക്കൽ കുറേ പേരിരുന്ന് നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പോൾ വൃദ്ധയും വൃദ്ധനും കൂടെ അങ്ങോട്ട് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് സഹായിക്കണേ, ഞങ്ങൾ കുറേ ദൂരെ ഇന്ന് യാത്ര ചെയ്ത് വരികയാണ്. ഇനി കുറേ ദൂരം പോകാനുമുണ്ട്. ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് വിശ്രമിക്കാനൊരു അവസരം തരണേ. ആകപ്പാടെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന ഈ വൃദ്ധനെയും വൃദ്ധയും കണ്ടിട്ട് ആ വീട്ടുടമസ്ഥയ്ക്ക് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, ഹേയ്, ഇത് അഗതി മന്ദിരമൊന്നുമല്ല. വഴിയിൽ കൂടി പോകുന്ന അപരിചിതരെ ഒന്നും ഇവിടെ കയറ്റി സൽക്കരിക്കാറില്ല. വേഗം സ്ഥലം വിട്ടോ. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഞങ്ങൾ 2 ദിവസമായി നന്നായിട്ട് വല്ലതും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്തിരി എന്തെങ്കിലും ഭക്ഷണം തരണേ. അപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു, നിങ്ങളോടല്ലേ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഇനി നിന്നാൽ ഞങ്ങളുടെ പട്ടിയെ ഞങ്ങൾ അഴിച്ചു വിടും. പട്ടി നിങ്ങളെ കടിക്കും. അതിനും വേഗം ഇവിടുന്ന് പോകുന്നതാണ്. വൃദ്ധനും വൃദ്ധയും വേച്ച് അവരുടെ വീട്ടിൽ നിന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. കുറേ ദൂരം കൂടി ചെന്നപ്പോൾ ഒരു തീരെ ചെറിയ കുടിൽ കണ്ടു. ഇടിഞ്ഞു വീഴാറായ ഒരു ചെറിയ കുടിൽ. വൃദ്ധൻ ആ കുടിലിൻ്റെ വാതിക്കൽ ചെന്ന് മുട്ടി. വാതിൽ തുറന്നത് ഒരു ക്ഷീണിച്ച സ്ത്രീയാണ്. അവർ നോക്കുമ്പോൾ ഉണ്ട് ക്ഷീണിതരായ ഒരു വൃദ്ധനും വൃദ്ധയും വാതിക്കൽ നിൽക്കുന്നു. എന്താണെന്ന് പോലും അവർ ചോദിച്ചില്ല. അവർ പറഞ്ഞു, വരൂ, അകത്തേക്ക് കയറിയിരിക്കൂ. രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിയിരുന്നു. അവർ വളരെ പഴകി പിഞ്ചി തുടങ്ങിയതെങ്കിലും വൃത്തിയുള്ള ഒരു തോർത്ത് കൊണ്ടുവന്ന് വൃദ്ധൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അങ്ങ് ദേഹമൊക്കെ ഒന്ന് തുടച്ചോളൂ. നിങ്ങൾ ആകെ നനഞ്ഞല്ലോ. നിങ്ങൾക്ക് മാറാൻ തരാൻ ഇവിടെ വേറെ വസ്ത്രമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. മഴ നനഞ്ഞ് ഞങ്ങൾ ആകെ തളർന്നു പോയി. വൃദ്ധനും വൃദ്ധയും കൂടെ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ആ വീട് ആകെ ചോർന്നൊലിക്കുകയാണ്. പലയിടത്തും കലവും ചരുവവും ഒക്കെ വെച്ചിട്ട് വെള്ളം പിടിച്ചവർ പുറത്തു കൊണ്ട് കളയുന്നുണ്ട്. ഒരച്ഛനും അമ്മയും 2 ചെറിയ കുട്ടികളുമായിരുന്നു അവിടെ താമസം. വൃദ്ധൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അടുക്കളയെന്നോ കിടപ്പും മുറിയെന്നോ ഒന്നും പറയാൻ പ്രത്യേകിച്ച് മുറികളൊന്നുമില്ല. ഒരു വലിയ മുറി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു മൂലയ്ക്കാണ് അടുപ്പ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഒറ്റ മുറിയുള്ള ഒരു വീട്. എന്തായാലും ആ ഗൃഹനാഥൻ ഒരു കീറി പറഞ്ഞ പായ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. വൃദ്ധനും വൃദ്ധയും കൂടെ അവിടെ ഇരുന്നു. ചെറിയ കുട്ടികൾ 2 പേരും പഠിക്കുകയായിരുന്നു. ഒരു ചെറിയ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് കുട്ടികൾ വായിച്ച് പഠിക്കുന്നത്. അവിടെ ഒരു പഴയ മരപ്പെട്ടി ഉണ്ടായിരുന്നു. ഗൃഹനാഥ ആ പെട്ടിയിലൊക്കെ ആകെ അന്വേഷിച്ചിട്ട് 2 കീറിയ മുണ്ടുകൾ കിട്ടി. അത് കൊണ്ടുവന്നവർ ഈ വൃദ്ധനും വൃദ്ധയ്ക്കും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഒരുപാട് പഴയതാണ്. നിങ്ങൾക്ക് 2 പേർക്കും വേണമെങ്കിൽ ഇതിപ്പം മാറി കൊടുക്കാം. കാരണം നിങ്ങളുടെ വസ്ത്രങ്ങൾ ആകെ നനഞ്ഞിരിക്കുകയാണല്ലോ. ആ വൃദ്ധനും വൃദ്ധയും കൂടെ ആ വസ്ത്രം മാറി അവരുടെ നനഞ്ഞ വസ്ത്രങ്ങൾ ആ മുറിക്കുള്ളിൽ തന്നെ ഉണങ്ങാനിട്ടു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വരൂ, ഭക്ഷണം കഴിക്കാം. അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, ഞങ്ങൾ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലല്ലോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ പറഞ്ഞു, നിങ്ങൾ ആരാണെങ്കിൽ എന്താ, നിങ്ങൾ ക്ഷീണിച്ച് വലഞ്ഞു വന്നതല്ലേ. ഈ മഴയത്ത് നിങ്ങൾക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ച് ഇവിടെ വിശ്രമിക്കൂ. അങ്ങനെ അവർ ഭക്ഷണം വിളമ്പി. കഞ്ഞിയും ചീരക്കറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കലത്തിൽ കുറച്ച് കഞ്ഞിയേ ഉള്ളൂ എന്ന് ആ വൃദ്ധ കണ്ടു. പക്ഷേ ആ ഗൃഹനാഥനും ഗൃഹനാഥയും ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും ആ വൃദ്ധനും വൃദ്ധയ്ക്കും തങ്ങളുടെ 2 ചെറിയ കുട്ടികൾക്കുമായിട്ട് വിളമ്പി. അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്നില്ലേ? അപ്പോൾ ഗൃഹനാഥ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ കഴിച്ചതാണ്, ഞങ്ങൾക്ക് ഒട്ടും വിശപ്പില്ല, നിങ്ങൾ കഴിച്ചോളൂ. എന്തായാലും ആ വൃദ്ധനും വൃദ്ധയും കൂടി വളരെ രുചിയോടെ കഞ്ഞി കുടിച്ചു. കഞ്ഞിയെല്ലാം കുടിച്ച് അവരവിടെ ഇരുന്നപ്പോൾ ഗൃഹനാഥൻ അവരോട് പറഞ്ഞു, കീറപ്പായ ആണെങ്കിലും നിങ്ങൾക്ക് ഇന്നിവിടെ കിടന്നുറങ്ങാം കേട്ടോ. നാളെ രാവിലെ പോയാൽ മതി. ഈ മഴയത്ത് ഇനി യാത്ര ചെയ്യേണ്ട. വളരെ സന്തോഷത്തോടെ ആ വൃദ്ധനും വൃദ്ധ അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പോകാനിറങ്ങി. നോക്കുമ്പോൾ മുറ്റത്തൊരു വാഴയുണ്ടായിരുന്നു. ആ വാഴച്ചോട്ടിലിരുന്ന് ആ സ്ത്രീ, ആ ഗൃഹനാഥ, തലേന്ന് കഞ്ഞിയും കറിയും വെച്ച പാത്രങ്ങൾ തേച്ച് കഴുകുകയായിരുന്നു.
ആ വൃദ്ധ അടുത്ത് ചെന്ന് ആ സ്ത്രീയുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ, നീ കഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കറിക്കലമുണ്ടല്ലോ, അതിൽ നിന്ന് നിനക്ക് വേണ്ടത് കിട്ടും. ഇത്രയും പറഞ്ഞ് അവരങ്ങ് പോയി. ആ സ്ത്രീ പാത്രം കഴുകുന്നത് തുടർന്നു. ചാരം കൊണ്ട് തേച്ച് വൃത്തിയാക്കി വെള്ളമൊഴിച്ച് പാത്രം കഴുകുമ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഏറ്റവും അടിയിൽ ചീര കഷ്ണത്തിൻ്റെ ആകൃതിയിൽ ഒരു ചെറിയ സ്വർണ്ണ കഷ്ണം. അവരതെടുത്ത് മാറ്റുമ്പോൾ വീണ്ടും ഒരു കഷ്ണം സ്വർണം കിട്ടി. അതെടുത്ത് മാറ്റിയപ്പോൾ വീണ്ടും ഒരു കഷ്ണം സ്വർണം. അങ്ങനെ അവരുടെ കലത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ചെറിയ ചീര കഷ്ണത്തിൻ്റെ ആകൃതിയിലുള്ള സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് ആ കലം നിറഞ്ഞു നിറഞ്ഞു വന്നു. എത്ര എടുത്താലും തീരാത്തതുപോലെ കലം നിറഞ്ഞു തന്നെ ഇരുന്നു. അവർക്ക് വലിയ സന്തോഷമായി. വളരെ പെട്ടെന്ന് ഈ വാർത്ത നാടെങ്ങും പരന്നു. ഒരു വൃദ്ധനും വൃദ്ധയും വന്നു പോയതിന് ശേഷമാണ് ഇവർക്ക് ഇത്ര വലിയ ഐശ്വര്യമുണ്ടായത് എന്ന് എല്ലാവരും അറിഞ്ഞു. ആദ്യം വൃദ്ധനും വൃദ്ധയും എത്തിയ വലിയ വീട്ടിലെ ആൾക്കാരും ഇതെല്ലാം അറിഞ്ഞു. അവർക്ക് വലിയ വിഷമമായി പോയി. തങ്ങളുടെ വീട്ടിൽ വന്ന ആൾക്കാർ തന്നെയാണ് തങ്ങളുടെ അയൽവാസികളുടെ വീട്ടിൽ ചെന്ന് ഇത്ര അധികം അനുഗ്രഹങ്ങൾ കൊടുത്തത് എന്നവർക്ക് മനസ്സിലായി. ഭാര്യയും ഭർത്താവും കൂടെ അപ്പം തന്നെ വീടും പൂട്ടി ഇറങ്ങി. എങ്ങനെയെങ്കിലും ആ വൃദ്ധനെയും വൃദ്ധയും കണ്ടുപിടിക്കണം. അങ്ങനെ അവർ കുറേ ദൂരം യാത്ര ചെയ്തു. അങ്ങനെ ചെന്നപ്പോൾ ഉണ്ട് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ ആ വൃദ്ധനും വൃദ്ധയും കിടന്ന് ഉറങ്ങുന്നു. ഭാര്യയും ഭർത്താവും കൂടെ ഓടിച്ചെന്ന് അവരുടെ കാൽക്കൽ വീണു. വന്നിട്ട് പറഞ്ഞു, അയ്യോ, അന്ന് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളോട് മോശമായി ഇടപെട്ടത് വലിയ കഷ്ടമായി പോയി. അതിനുശേഷം ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ടേയില്ല. നിങ്ങളെ ഓർത്തിട്ട് ഞങ്ങൾക്ക് സമാധാനമില്ല. നിങ്ങൾ മഴയത്ത് എവിടെ പോയി കാണുമെന്ന് വിചാരിച്ച് വിഷമിച്ച് ഞങ്ങൾ ഓടി വന്നതാണ്. നിങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ വല്ലാത്തൊരു വിഷമാവസ്ഥയിലിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിപ്പോയത്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം. ഒരു ദിവസം ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഴിയണം. വൃദ്ധനും വൃദ്ധയെ സമ്മതിച്ചു. അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് അവർ ചെന്നു. സാമാന്യം വലിയൊരു വീടായിരുന്നു അത്. പക്ഷേ വൃദ്ധനോടും വൃദ്ധയോടും തങ്ങൾക്ക് സമ്പത്തുണ്ട് എന്ന് ഈ ഭാര്യ ഭർത്താക്കന്മാർ ഭാവിച്ചതേയില്ല. തങ്ങളുടെ വീട്ടിൽ പണമുണ്ടെന്ന് അറിഞ്ഞാൽ ഇവർ പണം തരാതെ പോയാലോ. അതുകൊണ്ട് ചെന്നപ്പോൾ മുതൽ തങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാത്രമാണ് അവർ ഈ വൃദ്ധരോട് പറഞ്ഞത്. വീട്ടിൽ അതില്ല, വീട്ടിൽ ഇതല്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്കിരിക്കാൻ 2 പൊട്ടിയ പീഠങ്ങളാണ് കൊടുത്തത്. വൃദ്ധനും വൃദ്ധയും അവിടെ ഇരുന്നു. അവർക്ക് കൊടുത്തത് പഴങ്കഞ്ഞിയും പഴകിയ സാമ്പാറുമായിരുന്നു. തങ്ങളുടെ വീട്ടിൽ നല്ല ഭക്ഷണമൊന്നും ഇല്ല എന്നിവരറിയണമല്ലോ. എന്നാലല്ലേ തങ്ങൾക്ക് ഒരുപാട് സ്വത്ത് തരൂ. എന്തായാലും ഒരു പരാതിയും പറയാതെ വൃദ്ധനും വൃദ്ധയും ആ പഴങ്കഞ്ഞിയും സാമ്പാറും കഴിച്ചു. അതിനുശേഷം ഗൃഹനാഥൻ അവർക്ക് ഉറങ്ങാൻ ഒരു കീറപ്പായ കൊടുത്തു. പുതയ്ക്കാൻ കീറിയ ഒരു കമ്പിളി പുതപ്പും കൊടുത്തു. ഒരു പരാതിയും ഒരു പരിഭവവും പറയാതെ വൃദ്ധയും വൃദ്ധനും അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പോകാനിറങ്ങി. അവർ പോകാനിറങ്ങിയപ്പോൾ അവർ കാണത്തക്ക പാകത്തിൽ ആ ഗൃഹനാഥ വന്നിരുന്ന് സാമ്പാർ കലം തേച്ച് കഴുകാൻ തുടങ്ങി. വൃദ്ധ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ ഒരു കലമേ ഉള്ളൂ അമ്മേ, അത് ഞാനൊന്ന് തേച്ച് കഴുകി എടുക്കട്ടെ. വൃദ്ധ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്താണോ വേണ്ടത് അത് ആ സാമ്പാർ കലം തരും. എന്നിട്ട് ആ വൃദ്ധരായ ദമ്പതികൾ അവിടെ വിട്ടുപോയി കളഞ്ഞു. ആ ഗൃഹനാഥയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ആലോചിച്ചു, എൻ്റെ അയൽക്കാർക്കാണെങ്കിൽ വെറും ചീര കഷ്ണത്തിൻ്റെ ആകൃതിയിലുള്ള സ്വർണ്ണമാണ് കിട്ടിയത്. എൻ്റെ സാമ്പാർ കലത്തിൽ ഞാൻ വലിയ മുരിങ്ങക്കോലാണ് ബാക്കിയിട്ടിരിക്കുന്നത്. എനിക്ക് മുരിങ്ങക്കോലിൻ്റെ ആകൃതിയിലുള്ള സ്വർണ്ണം ഇപ്പോൾ കിട്ടിത്തുടങ്ങും. അവർ കലത്തിൽ വെള്ളം ഒഴിച്ച് കഴുകി കുടഞ്ഞു. നോക്കുമ്പോൾ ഉണ്ട് വളിച്ച സാമ്പാർ ഒഴുകി വരുന്നു. എത്ര കഴുകിയിട്ടും സാമ്പാർ വരുന്നത് നിലയ്ക്കുന്നില്ല. സാമ്പാർ മുറ്റത്തുകൂടി ഒഴുകി വീടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. രസം എന്താണെന്ന് വെച്ചാൽ അവരുടെ പറമ്പിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് സാമ്പാർ ഒഴുകി പോകുന്നില്ല. അവരുടെ പറമ്പും മുറ്റവും വീടും സാമ്പാർ പ്രളയം. നാറ്റം കാരണം അയൽക്കാരൊക്കെ വന്ന് മൂക്ക് പൊത്താൻ തുടങ്ങി. ഭാര്യയ്ക്കും ഭർത്താവിനും ഇതിൽ പരം ഒരു നാണക്കേടില്ല. വീട് മുഴുവൻ സാമ്പാർ കൊണ്ട് നിറഞ്ഞു. കിടക്കകൾ സാമ്പാർ വീണ് നനഞ്ഞു. പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പട്ടുതുണികളും അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വിശിഷ്ടമായ ഭക്ഷണങ്ങളും ഒക്കെ വളിച്ച സാമ്പാറിൽ മുങ്ങിപ്പോയി. 2 പേരുടെ ആകാശത്തേക്ക് നോക്കി നിലവിളിക്കാൻ തുടങ്ങി, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ മുകളിൽ 2 ദിവ്യ രൂപങ്ങൾ പ്രത്യക്ഷമായി. ദേവന്മാരുടെ രാജാവും രാജ്ഞിയും. അവർ പറഞ്ഞു, സൂത്രക്കാരെ, നിങ്ങളുടെ വിദ്യകളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു കേട്ടോ. നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ സാമ്പാർ പ്രളയം നിന്നോളും. മേലിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കൂ. നിങ്ങൾക്ക് നന്മ വരും. ആ ദിവ്യരൂപങ്ങൾ അതോടെ മറഞ്ഞു. പതുക്കെ പതുക്കെ കലത്തിൽ നിന്ന് സാമ്പാർ വരുന്നത് നിന്നു. പക്ഷെ മാസങ്ങളെടുത്തു വീട്ടിലെയും പറമ്പിലെയും നാറ്റം മാറാൻ, അവിടെ ഒന്ന് വൃത്തിയായി കിട്ടാൻ. 2 പേരുടെ അത്യാഗ്രഹത്തെ പറ്റിയുള്ള വാർത്ത നാട് മുഴുവൻ അറിഞ്ഞു. അവർക്ക് വലിയ നാണക്കേടായി തീർന്നു.
ഇനി മുതൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ജീവിക്കാൻ ആ ഭാര്യ ഭർത്താക്കന്മാർ തീരുമാനമെടുത്തു. ഇഷ്ടമായ കഥ. അടുത്ത കഥ അടുത്ത ദിവസം.